യുദ്ധം കൊടുമ്പിരി കൊണ്ട് അനേക പ്രിയപ്പെട്ടവർ വളരെ വേദനയിലൂടെ, ഒന്നും അറിയാത്തവർ വളരെ നിരാശയിലൂടെ എല്ലാം നഷ്ടപ്പെട്ടവരായി കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നമ്മളെ എത്ര ഭദ്രമായി സൂക്ഷിച്ചു, എത്ര ഭദ്രമായി ദൈവം നമ്മളെ കരുതി, ഒരു പോറൽ പോലും ഏക്കാതെ ദൈവത്തിൽ നമുക്ക് ഒരു കേടുപാടുകൾ കൂടാതെ ഒരുമിച്ച് കടന്നു വന്നിരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. നമുക്കുള്ള പ്രത്യാശ ഇതെല്ലാം കേൾക്കുമ്പോൾ, രക്ഷിക്കപ്പെടാത്തവർക്ക് ആ ഒരു പ്രത്യാശയില്ല. അവർക്ക് ജീവിതത്തിൽ നിരാശയും മാത്രമേ ഉള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെട്ട കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രത്യാശ ഇതെല്ലാം കാണുമ്പോൾ തൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നുവെന്നും നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള നല്ലൊരു അവസരമായിട്ട് നമുക്ക് എടുക്കാം. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണ്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം ജീവനും ശക്തിയുമുള്ളതാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തിലുള്ള യഥാർത്ഥ ദൈവശക്തി അന്നുണ്ടായിരുന്ന പുരുഷന്മാർക്ക് അറിയത്തില്ലായിരുന്നു. തിരുവെഴുത്തറിയുമായിരുന്നു, തിരുവെഴുത്തുള്ള ദൈവശക്തി അവർക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളും വഞ്ചിക്കപ്പെട്ടു പോകാനായിട്ട് ഒത്തിരി സാധ്യതയുണ്ട്. വചനത്തിലുള്ള യേശുവിൻ്റെ ആത്മാവിനെ നമ്മൾ പാനം ചെയ്യുവാൻ, ഉൾക്കൊള്ളുവാൻ, സ്വീകരിപ്പാൻ, അതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആത്മാവിലൂടെ നമ്മളത് വലിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട്. നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം നമുക്കൊന്ന് ചിന്തിക്കാൻ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കും: നമ്മളെല്ലാം മാനസാന്തരപ്പെട്ടവരാണ്, വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: അതായത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് ആവശ്യമുണ്ട്. മാനസാന്തരപ്പെട്ട ഓരോ വ്യക്തികളിൽ നിന്നും, വീണ്ടും ജനിക്കപ്പെട്ട ഓരോ വ്യക്തികളിൽ നിന്നും, അതായത് യോഗ്യമായ ആത്മീയമായ ഫലം, ക്രിസ്തുവിലുള്ള ഫലം പുറപ്പെടേണ്ടതായ ആവശ്യമുണ്ട്. നമുക്ക് ദൈവജനത്തിൽ ഒരു കാര്യം ചിന്തിക്കാം. അതിൻ്റെ 19-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ അതിൻ്റെ 19-ാമത്തെ വാക്യം: അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ ഏലീശയെ കണ്ടെത്തി. അവൻ 12 കാളയെ പൂട്ടി ഉഴുവിച്ചുകൊണ്ട് ഇരുന്നു. 12-ാമത്തിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ട്, അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നിൽ ഓടിച്ചെന്ന്, എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിൻ്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് നീ ഓർക്കുക എന്ന് പറഞ്ഞു. നമ്മളിവിടെ കാണാൻ കഴിഞ്ഞൊരു കാര്യം, ഏലിയാവിൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്ന കാലഘട്ടം എത്തി. നമ്മൾ ഏലിയാവിനെക്കുറിച്ച് വായിക്കുമ്പം, ഈ അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഏലിയാവ് വലിയൊരു പ്രവൃത്തി കർമ്മേൽ പർവ്വതത്തിൻ്റെ മലമുകളിൽ നിന്ന് വലിയൊരു പ്രവൃത്തി ചെയ്തു. വാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം പരാജയപ്പെടുത്തുവാനും. നമുക്കറിയാം, ദേശത്ത് മഴയില്ലായിരുന്നു. അവിടുന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചു, ദേശത്ത് മഴ പെയ്യാനിടയായി തീർന്നു. ആ നിമിത്തം ആഹാവിൻ്റെ ഭാര്യയിൽ നിന്ന് തനിക്ക് ഒത്തിരി ഭീഷണിയുണ്ടായി. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഏലിയാവിനെക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ, സഹോദരന്മാരെ, ഏലിയാവ് ഒരു അമാനുഷികനായ ഒരു മനുഷ്യനല്ലായിരുന്നു. നമ്മളെപ്പോലെ മജ്ഞയും മാംസമുള്ള ഒരു മനുഷ്യനായിരുന്നു. താൻ ദൈവത്തിന് വേണ്ടി വലിയൊരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പാകെ താൻ വളരെ പേടിക്കുവാനും അവിടുന്ന് നിരാശപ്പെടുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ഇത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനാണ് നമുക്ക് അവരെ നമ്മുടെ മുന്നിൽ ഒരു മാതൃകയായിട്ട് കാണിച്ചു തന്നെ. അങ്ങനെ ഏലിയാവ് പല സ്ഥലങ്ങളിലായി പോയി. നമുക്കറിയാം, ഏലിയാവ് ചൂരച്ചൊടിയുടെ പോയിരുന്നു. ദൈവം അവിടുന്ന് ഏലിയാവിനെ അവിടുന്ന് ഉണർത്തി. അവിടുന്ന് ഏലിയാവിനോട് പറഞ്ഞ് നിനക്ക് യാത്ര ചെയ്യണം എന്നൊക്കെ അയച്ച്. നമുക്കറിയാം, ഇവിടെ യേഹൂ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അഭിഷേകം ചെയ്യണം. അത് കഴിഞ്ഞ് ഏലിയാവിന് പകരം ഒരു പ്രവാചകനായിട്ടാണ് ഇവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഒരു ശുശ്രൂഷകനായിട്ട് തൻ്റെ ശുശ്രൂഷ അവസാനിക്കാൻ പോവുകയാണ്. ഇനിയും തനിക്കൊരു കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ ഒരാളെ ആവശ്യമുണ്ട്. പലപ്പോഴും പലരും പല പ്രസ്ഥാനങ്ങളും തുടങ്ങാറുണ്ട്. തുടങ്ങിയതിന് ശേഷം അവരിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്: ദൈവമേ, എൻ്റെ ശേഷം എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഒക്കെ നമ്മൾ യെശയ്യാപ്രവചനമൊക്കെ വായിക്കുമ്പം, ഉസിയാവ് മരിച്ച ആണ്ടിൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാ പ്രവാചകൻ ഉയർന്നും പൊങ്ങിയിരുന്ന സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്ന കണ്ടു. അവിടെ കാണാൻ കഴിഞ്ഞു, ഉസിയ രാജാവ് നല്ലൊരു രാജാവായിരുന്നു. യെശയ്യാവ് തന്നെ ചിന്തിച്ചു, ഈ രാജാവ് മരിച്ചാൽ
അടുത്ത ഭരണം എങ്ങനെ ആയിരിക്കും എന്ന് തനിക്ക് വളരെ വേദനയുണ്ടായിരുന്നു. എന്നാൽ ദൈവം തന്നെ വെളിപ്പെടുത്തി. അതായത് ഒരു ഉസിയാവ് മരിച്ചാൽ വേറൊരു ആളെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം തൻ്റെ പ്രവൃത്തി എക്കാലവും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ തൻ്റെ പ്രവൃത്തിയോട് സഹകരിക്കുക, തനിക്ക് കീഴ്പ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വായിച്ചൊരു കാര്യം നമ്മൾ കണ്ടു. 12 പേർക്ക് ആളെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 12ാമത്തേനോട് കൂടെ താനായിരുന്നു. തൻ്റെ മേൽ ഒരു പുതപ്പിട്ടു. താൻ അവിടുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോയി എൻ്റെ അപ്പനെ ഒക്കെ കണ്ടൊന്ന് ചുംബിച്ചിട്ട് വരാം. സഹോദരന്മാരെ, അവിടുന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു നീ ഓർത്ത് നോക്കുക. നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച്, എന്നാൽ ലോകത്തിലെ പല ബന്ധങ്ങളും നമുക്ക് വിച്ഛേദിക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം പലതും വിട്ടുകളയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കാണാൻ, അങ്ങനെ അവൻ വിട്ടു ചെന്ന് ഒരു കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിനും കൊടുത്ത് അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന തനിക്ക് പിന്നോട്ട് മടങ്ങിപ്പോകാനുണ്ടായിരുന്ന എല്ലാ സാധ്യതകളും അവിടുന്ന് താൻ അവസാനിപ്പിച്ചു. തൻ്റെ നമുക്കറിയാം, 12 കാള ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ ആ മനുഷ്യൻ വളരെ സമ്പന്നനായൊരു വ്യക്തി തന്നെയാണ്. കാരണം 12 കാളെ പൂട്ടണമെങ്കിൽ അതുമാത്രമുള്ള നിലം ഉള്ളൊരു വ്യക്തിയായിരിക്കണം. ആ വ്യക്തി തൻ്റെ 12ാമത്തേനോടുകൂടെ താനാണ് ജോലി ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കുമ്പം, ഓരോ കാലഘട്ടത്തിലും തിരഞ്ഞെടുക്കുന്ന സമയത്ത് അലസരായ മടിയരായ ആരും ദൈവം തൻ്റെ വേലയ്ക്കായിട്ടോ ശുശ്രൂഷയ്ക്കായിട്ടോ ഒരിടത്തും തിരഞ്ഞെടുത്തത് ഞാൻ ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം പരിധി നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. സഹോദരന്മാരെ, ഒരു പണിയിൽ, ഒരു ജോലിയിൽ ജാഗ്രതയോടെ വിശ്വസ്തയോടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് ദൈവം എക്കാലത്തും തിരഞ്ഞെടുക്കുന്നത്. ഇന്നും ദൈവം അങ്ങനെ തന്നെയാണ്. പലർക്കും ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, സത്യമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ കൊടുക്കേണ്ട വില കൊടുക്കാൻ ആർക്കും മനസ്സിലെന്നുള്ള സത്യം ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ, തൻ്റെ ആ മരക്കോപ്പുകളെല്ലാം താൻ എന്ത് ചെയ്ത് ആ 2 കാളയെ താൻ വെട്ടി അതിനെ അറുത്ത് പാകം ചെയ്ത്, ഇനിയും തനിക്ക് പുറകോട്ട് തൻ്റെ ഉപജീവനമെല്ലാം താൻ അവസാനിപ്പിച്ച് തനിക്ക് പുറകോട്ട് നോക്കിയാൽ ഇനിയും പുറകോട്ട് തിരിഞ്ഞു പോകാൻ ഒരു സാധ്യതയില്ലാത്ത വിധത്തിൽ അവിടെ താൻ അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്. സഹോദരന്മാരെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളും നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പം ഒരു കാര്യം നമ്മളൊക്കെ ചിന്തിക്കാം. ഈ ലൂക്കോസ് അതിൻ്റെ 9ാമത്തെ അധ്യായം അതിൻ്റെ 9:51 തൊട്ട് 62 വാക്യങ്ങൾ. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ അല്ല ബ്രദറെ, അതിൻ്റെ 59 തൊട്ട് 62 വരെ വാക്യങ്ങളാണ്. 59 തൊട്ട് അധ്യായത ലൂക്കോസിന്റെ സുവിശേഷം 9ാം അധ്യായത്തിന്റെ 59ാമത്തെ വാക്യം. 59. വേറൊരുത്തിനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവരോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. ഉണ്ടോ? ഇവിടെയും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുവനെ വിളിച്ച് അനുഗമിപ്പാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, അപ്പനെ അടക്കം ചെയ്യാൻ എനിക്ക് അനുവാദം തരണം. കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ, ശാരീരികമായി മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ദൈവരാജ്യം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന കുഴിച്ചിട്ടെ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചു, നീ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തനെ കർത്താവ്, ഞാൻ നിന്നെ അനുഗമിക്കുക എന്ന് ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാനുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ദൈവം നമ്മളെ വിളിക്കുമ്പം നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് വിടേണ്ടത്. ഇവിടെ പറഞ്ഞ കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന്
കൊള്ളാവുന്നതല്ല. അത് വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി ദൈവരാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അവൻ ആ ദൈവരാജ്യത്തിലുള്ള കാര്യങ്ങളിലായിരിക്കണം അവൻ്റെ ഹൃദയവും മനസ്സും കേന്ദ്രീകരിക്കേണ്ടത്. അതിലായിരിക്കണം അവൻ്റെ മുഴു ചിന്തയും അവൻ്റെ മുഴു ആഗ്രഹവും അവിടെ ആയിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: കലപ്പയ്ക്ക് കൈ കൊടുത്തതിന് ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ. നമുക്കറിയാം, പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ഒരു സഹോദരിയെക്കുറിച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി വായിക്കുന്നു. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. കാരണം സോദോമിലെ തൻ്റെ സമ്പത്തുകളെല്ലാം വിട്ടിട്ട് പോകാനായിട്ട് തൻ്റെ ഉള്ളിൽ കഴിയുന്നില്ല. അത്രമാത്രം തന്നെ അത് സ്വാധീനിച്ചു. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം സഹോദരന്മാരെ, നമ്മളോട് ത്യജിക്കാൻ പറയുന്നതിനെ, അവിടുന്ന് ഉപേക്ഷിക്കാൻ പറയുന്നതിനെ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് വിടുന്നില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ഫലം നമ്മുടെ ജീവിതത്തിൽ എത്ര വർഷം കഴിഞ്ഞാലും പുറപ്പെടാനായിട്ട് ഇടവരത്തില്ല. എന്നാൽ നമ്മൾ എത്ര വേഗം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി, നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാണ്, ദൈവം ആഗ്രഹിക്കുന്ന ആ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ആത്മീയമായി മുരടിച്ചിരിക്കുന്നതിൻ്റെ കാരണം ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ത്യജിക്കൽ, ഒരു നിഷേധം നമ്മൾ ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യമായ കാര്യം. നമ്മളെ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടടുത്ത് നമ്മളെ തന്നെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മൾ നാളത്തോളം നമ്മൾ ദിനം കേൾക്കാറുണ്ട്. ഇതിനെല്ലാം കാരണം മറ്റൊന്നുമല്ല സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ രൂഢമൂലമായി ഇരിക്കുന്ന ഒരു സംഭവം നമ്മളെ തന്നെ ശോധനയെ കാണാൻ കഴിയും. നമ്മുടെ ഈ സ്വയത്തിൽ ഞാൻ എത്രമാത്രം മരിക്കുന്നോ അതനുസരിച്ച് മാത്രമേ ദൈവത്തിൻ്റെ ജീവൻ എന്നിൽ വെളിപ്പെടുകയുള്ളൂ, ദൈവത്തിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുകയുള്ളൂ. ഞാൻ ഇതിനെ എത്രമാത്രം സംരക്ഷിക്കുന്നോ അതനുസരിച്ച് ദൈവത്തിൻ്റെ ജീവൻ എന്നിൽ നിന്ന് അന്യപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തു ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനായിട്ടും സമൃദ്ധിയായ ജീവനുണ്ടാകും. ഈ സമൃദ്ധിയായ ജീവൻ നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ദാക്ഷിണ്യം കൂടാതെ നമ്മുടെ സ്വയത്തിൽ നമ്മൾ മരിച്ചേ പറ്റൂ. കാരണം കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ നോക്കുവാണ്, അവരെല്ലാം തകർച്ചയിലൂടെ ഞുറുക്കത്തിലൂടെ കടന്നുപോയ വ്യക്തിയെ മാത്രമേ കർത്താവിന് ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾക്ക് പറ്റുന്ന പരാജയം, നമ്മുടെ കുറവുകൾ, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ ബലഹീനതകൾ കാണാതെ കൂട്ടുസഹോദരിയുടെ ആ കാഴ്ചയിൽ നിന്ന് നമ്മുടെ കണ്ണ് തിരിയേണ്ടതായ ആവശ്യമുണ്ട്. സഹോദരന്മാരെ, നമ്മൾ സ്വയം നമ്മെ തന്നെ നാം പുഴുവാന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഏതുമില്ലെന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ഏതുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തുമ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ എല്ലാം അറിയാവുന്നൊരു പുള്ളിയാന്നുള്ള നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിന് പോലും നമ്മളെ സഹായിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മുടെ കൂർത്ത് നിൽക്കുന്ന കൊമ്പുകൾ ഒടിക്കുവാൻ ദൈവം പല സാഹചര്യങ്ങളെയും പല വ്യക്തികളെയും പല മുഖാന്തരങ്ങളെയും ദൈവം ഒരുക്കും. അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമായിട്ട് ദൈവത്തിന് ഏത് നിമിഷവും എപ്പോഴും നമ്മളെ എടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാനൊരു ഇണങ്ങിയ ആയുധമായി തീരേണ്ടത് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഒരു ദൈവത്തിൻ്റെ വേദിയിൽ വായിക്കുന്നു, ക്രിസ്തുവേശുവിനുള്ളവൻ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മുടെ ജഡത്തിൽ ഒത്തിരി രാഗങ്ങളുണ്ട് സഹോദരന്മാരെ, ഒത്തിരി മോഹങ്ങളുണ്ട്. ഇതിനെ നമ്മൾ ക്രൂശിക്കാനായിട്ടാണ്. ഇതാണ് ക്രൂശ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നാൾത്തോറും ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ നാൾത്തോറും തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്, ഇതാണ് ക്രൂശ് എന്ന് പറയുന്നത്. നമ്മുടെ ജഡത്തിലുള്ള രാഗങ്ങളും മോഹങ്ങളും അതിലുള്ള രസങ്ങളും അതിലുള്ള സുഖങ്ങളും ആസ്വദിച്ച് ആത്മീയമായി അന്ധരായി കുരുടരായി ദൈവീയ ശക്തിയോ ദൈവീയമായ സ്പർശതയോ നഷ്ടപ്പെട്ടവരായി ദൈവത്തിൽ നന്യപ്പെടുത്താനാണ് സാത്താൻ നമ്മളെ പലപ്പോഴും ശ്രമിക്കുന്നത്. നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിൽ വായിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഹൃദയം ഏകാഗ്രതയോടെ സൂക്ഷിക്കണം. മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഞാൻ ഉണർന്ന് ഞാൻ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽ എൻ്റെ കണ്ണടച്ചുറങ്ങുന്ന സമയം വരെ ഞാൻ ആ ഏകാഗ്രതയോടാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മുടെ സ്വപ്നത്തിൽ പോലും നമുക്ക് വീഴ്ച സംഭവിക്കത്തില്ല. പല സ്വപ്നങ്ങൾ പോലും നമ്മളെ മലിനപ്പെടുത്തുന്ന നമ്മളെ തന്നെ ശോധന നമുക്ക് കാണാൻ കഴിയും. പല സ്വപ്നങ്ങളും നമ്മളെ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമാണെങ്കിൽ ദൈവം മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സ്വർഗത്തിൽ എനിക്ക് ആരാണുള്ളത്, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ
മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും മാത്രം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവം വരുവാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മുടെ സ്വപ്നം പോലും വിശുദ്ധിയുള്ളതായിത്തീരും. സ്വപ്നത്തിൽ പോലും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിയും, ദൈവത്തിന് നമ്മളോട് ഇടപെടാൻ കഴിയും. സ്വപ്നത്തിൽ പോലും ദൈവത്തോട് ആത്മീയ കൂട്ടായ്മ ഉള്ളവരായി ജീവിപ്പാൻ നമുക്ക് കഴിയും. ആ കൂട്ടായ്മയുടെ മനോഹരത നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ കഴിയാതിരിക്കുന്നതിന് കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. നമുക്കവിടെ ഈ എലീശ അടുത്ത ശുശ്രൂഷകനായിട്ട് തന്നെ വിളിച്ചതാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ കാലത്തൊക്കെ ഈ അപ്പച്ചന്മാരുടെ കൂടെ, ഞാനിങ്ങനെ അന്ന് അപ്പച്ചന്മാരെന്നാണ് വിളിക്കുന്നത്, അവരുടെ കൂടെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്ന എങ്ങനെയാ വെച്ചാൽ ഓരോരുത്തർ ബാഗൊക്കെ പിടിച്ച് അവരുടെ പുറകെ പോയി ശുശ്രൂഷ പഠിച്ചിട്ടാണ് ശുശ്രൂഷയ്ക്ക് കയറുന്നത്. ഇന്ന് ശുശ്രൂഷയ്ക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് കേൾക്കണോ? ഞാനൊരു കാര്യം പറയാം, ആരെയും ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് എൻ്റെ പ്രദേശങ്ങളിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. കൂടി വന്നാൽ 10ാം ക്ലാസ്സിൽ പോയി പഠിക്കും, അത് 10 പ്രാവശ്യം തോക്കും, തോറ്റതിൻ്റെ ശേഷം വേറൊരു പണിയും ചെയ്യാൻ വയ്യാത്തതിൻ്റെ പേരിൽ ബൈബിൾ കോളേജിൽ പോവും, ദൈവവചനം പഠിക്കും, അടുത്തൊരു പാഷായിട്ട് ഇറങ്ങി വരും. ഈ മനുഷ്യന് ഒരാളെ ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. കാരണം ശുശ്രൂഷ എന്ന് പറയുന്നത് ബൈബിൾ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല, ബൈബിൾ പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, ബൈബിൾ പഠിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന വഴി മാത്രം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുബലിയായിട്ട് കൊടുക്കുവാനായിട്ടാണ് വന്നത്. അപ്പോൾ ശുശ്രൂഷകൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, തൻ്റെ ജീവനെ ആദ്യം മറുബലിയായിട്ട് കൊടുക്കുവാൻ സമർപ്പണമുള്ളവനായിരിക്കണം. അല്ലാത്തവർക്ക് ഈ വഴി വരാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ് ഏലീശാനെ വിളിക്കുമ്പം നമുക്കറിയാം, ഈ പ്രവാചകന് എൻ്റെ കാല് കഴുകുവാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചക ശിഷ്യനായിട്ടാണ് താൻ ആയിരുന്നത്. കാരണം തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളും നമുക്കറിയാം. ഏലിയാവ് തന്നിൽ നിന്ന് എടുക്കപ്പെടാൻ സമയമായപ്പം ഒരാൾ പറഞ്ഞു, നിന്റെ ദാസൻ നിന്നെ എടുക്കപ്പെടാനായി എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ തന്നെ ഇരുത്താൻ ഇടയായിത്തീർന്നു. എലീശ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇവിടെ ഇരിക്കുക, നീ ബഥേലിരിക്കുക, നീ യെരിഹോവിലിരിക്കുക എന്തെല്ലാം ആവശ്യപ്പെട്ട സമയത്ത്, നീ യോർദാനിലിരിക്കുക, എന്നെ ദൈവം എടുത്തു കൊള്ളപ്പെടാനായെന്ന് പറഞ്ഞ സമയത്തൊക്കെയും ഈ പ്രവാചക ശിഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവനാണ് യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല. അതുകൊണ്ട് ഏലിയാവിൻ്റെ ഇരട്ടി പങ്കായിരുന്നു ഏലീശയുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരുന്നത്. കാരണം ഏലിയാവ് അവസാനം ചെയ്ത പ്രവൃത്തി ഏലീശ ആദ്യം ചെയ്തതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരു അത്ഭുതം ചെയ്യാനായിട്ടല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. കാരണം ജനത്തെ ശുശ്രൂഷിക്കണമെങ്കിൽ, ജനത്തെ നമ്മൾ പാലനം നടത്തണമെങ്കിൽ, അവരെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ദൈവസ്ഥിതി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കും. നമുക്കറിയാം, മോശ മിസ്രൈമിലായിരുന്നപ്പോൾ 40 വർഷം മിസ്രൈമിൽ ജീവിച്ചു. അത് കഴിഞ്ഞ് 40 വർഷം മിദ്യാൻ ദേശത്തായിരുന്നു. മിസ്രൈമിലായിരുന്നു, മിദ്യാൻ ദേശത്തായിരുന്നു. പിന്നെ തൻ്റെ 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് തൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിക്കുന്നത്. അതിന് കാരണം എന്താ? മോശയെ വിളിച്ച സമയത്ത് മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വിക്കനാണ്, ചെകിടനാണ്, എനിക്ക് കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, വിക്കനെയും ചെകിടനെയും സൃഷ്ടിച്ചത് ഞാനാണ്, ഞാൻ നിന്റെ നാവോടുകൂടി ഇരിക്കാം എന്ന് പറഞ്ഞു തൻ്റെ ജനത്തെ വിടിവിപ്പാനായിട്ട് കടന്നുപോയി. അതായത് ദൈവത്തിന് അവിടുന്ന് പരുവമായി, ദൈവത്തിന് അവനെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാനായിട്ട് അവിടുന്ന് ദൈവത്തിന് ബോധ്യമായ സമയത്താണ് പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, അവിടുന്ന് ഇസ്രായേൽ ജനങ്ങൾ കല്ലെടുക്കുമ്പോഴും മോശ കമന്ന് കിടക്കുവാൻ ഇടയായിത്തീർന്നത്. ഇങ്ങനത്തെ ഒരു ശുശ്രൂഷകനെയാണ് ദൈവത്തിന് അന്നും ഇന്നും ആവശ്യമായിരിക്കുന്നത്. ഈ മനോഭാവമുള്ള, അതായത് കമ്പെടുക്കുമ്പോൾ കത്തിയെടുക്കുന്ന ശുശ്രൂഷകരെയല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ചർച്ചുണ്ട്. ആ ചർച്ചിനെ ഇന്നും അറിയപ്പെടുന്ന പേര് മാറാടെന്ന. കാരണം നമുക്കറിയാം, മാറാട് ഒരു സംഭവം നടന്നല്ലോ. അതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഇവിടെ കത്തിയും കല്ലുമായുള്ള പ്രശ്നം സഭാ ഹോളിൽ നടക്കുവാനിടയായിത്തീർന്നു. ആ ചർച്ചിനെ ഇന്നും അറിയപ്പെടുന്ന മാറാടെന്നുള്ള ചർച്ച് എന്നറിയപ്പെടുന്നത്. സഹോദരന്മാരെ, ഒരു വേർപെട്ട ഒരു കൂട്ടത്തെ അറിയപ്പെടുന്ന രംഗമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ദൈവത്താൽ നിയമിക്കപ്പെട്ട ശുശ്രൂഷകനായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ എന്തായിരുന്നു സംഭവിക്കേണ്ടത്? മോശയ്ക്കെതിരെ ജനം കല്ലെടുക്കുന്നു. മോശ എന്ത് ചെയ്യുന്നേ? കമന്ന് വീണ് കിടക്കുക, ദൈവത്തോട് നിലവിളിക്കുക. ദൈവം തന്നെ പറഞ്ഞു, ഞാൻ ഇവരെ നശിപ്പിച്ച് നിന്നെ വലിയ ജാതിയാക്കാം.
മോശ പറഞ്ഞു, അങ്ങനെ ആയാൽ നീ അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ശക്തിയില്ലാത്ത ദൈവം എന്ന് ജാതികൾ പറയാൻ ഇടയായിത്തീരും. നീ അവരെ രക്ഷിക്കുകയും എന്നെ നീ നശിപ്പിക്കുകയും ചെയ്തോളാൻ പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു ശുശ്രൂഷകന്റെ മനോഭാവം. ഈ തലത്തിൽ ഒരു ശുശ്രൂഷകനായിത്തീരേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, തനിക്കുണ്ടായിരുന്ന തൻ്റെ ഉപജീവനമെല്ലാം താൻ വിട്ടിട്ട് പുറകോട്ടിനെയും കടന്നു വരാൻ കഴിയാത്ത വിധം അതെല്ലാം വെട്ടി, അതുകൊണ്ട് തന്നെ ആ ഇറച്ചി പാകം ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുത്തു എന്ന് നമ്മൾ വായിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ ഭയത്തിൽ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ തുടർന്ന് നമുക്ക് വായിക്കാം സിസ്റ്റർമാരെ. തീമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 6:11 വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. തീമോത്തിയോസ് 6:11. രണ്ട് തീമോത്തിയോസ് 6:11. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇവിടെ പറയുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. ദൈവത്തിന് വേണ്ടി വിളിച്ചവൻ ദൈവത്തിന്റെ മനുഷ്യനാ. ആ വ്യക്തിയോട് അതേ പറഞ്ഞു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, നീ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇവിടെ പറയുന്ന അതായത് വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആത്മീയ ഫലമാണ് നമ്മളിവിടെ കേട്ടത്. അവിടെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയുന്നത് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത. ഈ ഒരു ഫലം സഹോദരന്മാരെ, ഇതാണ് ആ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. ഈ ഫലം നമ്മളുള്ളവരായിരിക്കണം. മോശയെക്കുറിച്ച് പറഞ്ഞത്, ഭൂതലത്തിലുള്ള സകല മനുഷ്യരിനേക്കാൾ സൗമ്യനായ ഒരു മനുഷ്യനല്ല സാക്ഷി പറഞ്ഞത്, ദൈവം തന്നെ സാക്ഷി പറയാൻ ഇടയെത്തീർന്നു. നമ്മളെ ഓരോരുത്തരെയും കണ്ട് ദൈവം പറയണം, എൻ്റെ മകൾ സൗമ്യമായൊരു മകളാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അതെങ്ങനെ അറിയുന്നേ? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാ. സഹോദരന്മാരെ, സൗമ്യരായിരിക്കേണ്ടടുത്ത് നമ്മൾ സൗമ്യരായിരിക്കാൻ പഠിക്കണം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിക്കുക, എന്നാൽ നിങ്ങളുടെ ആത്മാവിൽ ആശ്വാസം കിട്ടും. നമുക്ക് സൗമ്യതയില്ലാത്തത് കൊണ്ട്, താഴ്മയില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ആത്മാവിലുള്ള ആശ്വാസം ലഭിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. സൗമ്യതയും താഴ്മയും ഉള്ളവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ആശ്വാസമുണ്ട്. കാരണം അവർ കേൾക്കുന്നതിന് മറുപടി പറയത്തില്ല, അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടത്തില്ല, ആവശ്യമില്ലാത്ത വഴികളിൽ യാത്ര ചെയ്യത്തില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ എന്തുണ്ടാവും? സമാധാനം ഉണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. നമ്മുടെ ഉള്ളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ താഴ്മയുള്ളവനാണ്, ഞാൻ സൗമ്യതയുള്ളവനാണ്, എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിക്ക്, എൻ്റെ മുഖം ലഘുവാണ്, എൻ്റെ ചുമട് മൃദുവാണ്. ആർക്ക്? അനുസരിക്കുന്നവർക്ക്. സഹോദരന്മാരെ, ഇത് സ്വയമായിട്ട് നമ്മളെ കൊണ്ട്, ഇവിടെ ഇരിക്കുന്ന എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ആരെ കൊണ്ട് ഇത് അനുസരിക്കാൻ കഴിയില്ലെന്നും കർത്താവായ യേശു ക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് എൻ്റെ മുഖം, അതായത് നമ്മൾ വെക്കുന്ന ഈ മുഖത്തിൻ്റെ ഒരു ഭാഗം ചുമക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മളെ കൊണ്ട് സ്വയമായിട്ട് ഒരു സൗമ്യനായിട്ട് നിൽക്കുവാനായിട്ടോ അവിടുന്ന് ക്ഷമ കൊടുക്കുവാനായിട്ടോ സ്നേഹം കൊടുക്കുവാനായിട്ടോ കഴിയത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നത്. അപ്പോൾ ഈ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കുന്ന വഴി നമുക്ക് ഈ സ്നേഹവും സൗമ്യതയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അതേ നമ്മളുമായിട്ട് സമാധാനമില്ലാത്തൊരു വ്യക്തി കടന്നു വന്ന് 2 വാക്ക് സംസാരിച്ചതിന് ശേഷം അവൻ്റെ ഉള്ളിൽ തണുപ്പനുഭവിക്കുന്നുണ്ടോ, അവന് സമാധാനം ലഭിക്കുന്നുണ്ടോ, അവന് സ്വസ്ഥത ലഭിക്കുന്നുണ്ടോ? അതെ, ആ വ്യക്തിയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, അല്ലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അവനുമായിട്ട് എനിക്ക് ഇടപെട്ട സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരു കുളിർമയുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഇടയായിട്ടുണ്ടോ? അങ്ങനെയാണ് ആകണമെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ നമ്മൾ ആദ്യം ഇത് തുടങ്ങണം. നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ നമ്മൾ ഈ കാര്യം തുടങ്ങാതെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ആദ്യം സൗമ്യതയുള്ളവരായി തീരേണ്ടത് ഭാര്യയോടാണ്, നമ്മുടെ മക്കളോടാണ്. നമ്മുടെ മക്കൾ പറയണം, എൻ്റെ അപ്പൻ സൗമ്യതയുള്ളവനാണ്. എൻ്റെ ഭാര്യ പറയണം, എൻ്റെ ഭർത്താവ് സൗമ്യതയുള്ളവനാണ്. അവിടുന്ന് നമ്മൾ തുടങ്ങേണ്ടത് ആവശ്യമുണ്ട്. അവിടുന്ന് നമ്മൾ നമ്മുടെ ദേശത്ത് തുടങ്ങണം. നമ്മുടെ ദേശത്തു നിന്ന് കർത്താവിൻ്റെ വചനത്തിൽ പാലിക്കുന്ന നിങ്ങൾ യെരുശലേം കഴിഞ്ഞിട്ട് ശമരിയ
മറ്റുള്ള എല്ലാം യെരൂശലേം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭവനം. ആദ്യം സ്വന്തം ഭവനത്തിൽ നമ്മളെ സൗമ്യതയും താഴ്മയും വിനയത്വവും, നമ്മളെ രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനിക്കപ്പെടാത്ത നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, ഭർത്താക്കന്മാരുണ്ടായിരിക്കാം, നമ്മുടെ ബന്ധുമിത്രാദികളുണ്ടായിരിക്കാം, അവരിനി ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഭവനങ്ങളിൽ അവർ സന്ദർശിക്കാൻ വരുന്നുണ്ടായിരിക്കാം. അവർക്ക് നമ്മുടെ സ്നേഹം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മളിലൂടെ അവർ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ദൈവത്തിൻ്റെ നാമം പല നിലകളിലൂടെ സൗരസുമാരെ അവിടുന്ന് ദുഷിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് അവിടുന്ന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മളിന്ന് പുറപ്പെടാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ വായിച്ചത് നീതിയും ഭക്തിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും സൗമ്യതയെ എന്നിവ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതി നിത്യവിനെ പിടിച്ചുകൊള്ളുക. അവിടെ നിന്ന് വിശ്വാസത്തിൻ്റെ നല്ലൊരു പോർ പൊരുതി നിത്യജീവനാണ്. നമുക്ക് വീണ്ടും ജനിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനാണ്. നിത്യതയോളം നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന ജീവനാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ നല്ല പോർ. അവിടുന്ന് ഈ പോരെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദൈവത്തിൻ്റെ ആത്മഫലത്തിന് വിരോധമായി നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളെയും അവിടുത്തെ അനുസരണത്തിനായിട്ട് നമ്മൾ പിടിച്ചടക്കണം, കീഴടക്കണം. അങ്ങനെങ്കിൽ മാത്രമേ നമുക്ക്, അതാണ് പോരാട്ടം എന്ന് പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരത്വങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ചിലർ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ദേശത്തൊരു ദേശാധിപതിയുണ്ട്. സ്വർലോകങ്ങളിലാ സൗരന്മാരെ, ഈ ദേശത്തൊരു ദേശാധിപതിയുണ്ട്, ആ ദേശാധിപതിയെ ഞാൻ കെട്ടാൻ പോവാ. ഇവരാരും കെട്ടത്തില്ല, കെട്ടാൻ കഴിയത്തുമില്ല. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരത്വങ്ങളോടാണ്, ജഡരത്വങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും. അത് നമ്മളോട് തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയെ എങ്ങനെങ്കിലും ദൈവിക ജീവൻ നന്ദിപ്പെടുത്തുവാൻ സാത്താൻ പരിശ്രമം ചെയ്തുകൊണ്ട് അവൻ്റെ പ്രവൃത്തി രാപകലില്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൗരസുമാരെ വീണ്ടും ജനിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നിങ്ങൾ സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയത്തില്ലാത്തവരല്ലല്ലോ. നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളിലും അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയുവാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ജീവനിൽ നിൽക്കാനായിട്ട് കഴിയും. അവൻ നമ്മളോട് തോറ്റുപോകും നമുക്ക് കാണാൻ കഴിയും. അവൻ തോൽപ്പിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം നമ്മൾ അവനുമായി സമീപിക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 5:11 വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. ലൂക്കോസ് അതിൻ്റെ 5:11. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ച ശേഷം സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അവര് പടക് കരയ്ക്ക് അടുപ്പിച്ച ശേഷം സകലതും വിട്ട് അവര് കർത്താവിനെ അനുഗമിച്ചു. അവർക്കുണ്ടായിരുന്ന എല്ലാം വിട്ടു. ശിഷ്യന്മാരാണേലും നമുക്കറിയാം, പത്രോസിനെ കാണുന്ന സമയത്ത് പത്രോസിനോട് പറഞ്ഞ് കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞ് അവർ മീൻ പിടിക്കുന്നവരായിരിക്കുന്നു. അവരോട് പറഞ്ഞ് ഇനി ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാകാം. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് കർത്താവ് ചെല്ലുമ്പം സെബെദീപുത്രന്മാരുടെ മക്കൾ, അതായത് യാക്കോബ്, യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, കീറിയ വല താൻ അവിടുന്ന് നന്നാക്കുന്ന ഒരു പരിപാടിയായിരുന്നു യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യോഹന്നാൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മനോഭാവം. കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ എന്നൊക്കെ വിളിച്ച് വളരെ നന്നാക്കുന്ന നിലയിൽ, അവരെ നശിപ്പിക്കുന്ന നിലയില്ല. അപ്പം ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയാണ് കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അവരാരും അലസരോ മടിയന്മാരോ അല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആത്മീയമായിട്ട് ചിലരുണ്ട്. ആത്മീയമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക്, കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചു പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ധ്യാനത്തിലും ദൈവവചന ചിന്തയിലുമാണ്. ആകെപ്പാടെ ഒരു ചർച്ചിലുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒരു മീറ്റിംഗ് 10 മണി തൊട്ട് 1 മണി വരെ, ഇപ്പോൾ 12 മണി വരെയൊക്കെ ആയി, 11:30 ആക്കി എല്ലായിടത്തും. അത് കഴിഞ്ഞാൽ കൂടി വന്നാൽ വെള്ളിയാഴ്ച ഒരു മീറ്റിംഗ്. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് മുറ്റത്തെ കാട് പോലും പറിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ വളരെ അതിശയിച്ചു പോയിട്ടുണ്ട് സഹോദരന്മാരെ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പം താൻ ഒരു ആശാരിയായിരുന്നു. താൻ തൻ്റെ മറ്റ് ഇളയ സഹോദരന്മാർക്ക് വേണ്ടി താൻ എല്ലാ ഉപജീവനത്തിന് വേണ്ടി എല്ലാ ജോലി കാര്യങ്ങളും താൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ ആ കാര്യത്തിൽ വളരെ ഉത്സാഹിയായിരുന്നു, നമുക്ക് മാതൃകയായിരുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ താൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ആ മനുഷ്യൻ്റെതായ എല്ലാ കാര്യങ്ങളും താൻ കാണിച്ചു തന്നു. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് കൂടാരപ്പണി ചെയ്തു. തനിക്കും തൻ്റെ കൂടെയുള്ളവർക്കും വേണ്ടി. ഇന്ന് ആർക്കും ജോലി ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ജോലി ചെയ്താൽ ആത്മീയത നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നു, ജോലി ചെയ്യാത്തവൻ
ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ലെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് ശലോമോൻ, ജ്ഞാനിയായ ശലോമോൻ ഒരു കാര്യം പറഞ്ഞു, മടിയൻ ആദ്യം പഠിക്കേണ്ടത് ആരെയാണെന്നറിയാവോ? ഉറുമ്പിനെ കണ്ട് അവൻ ബുദ്ധി പഠിക്കണം. ഉറുമ്പേ മഴക്കാലം വരുന്ന സമയത്തിന് മുമ്പ് മഴക്കാലത്തേക്ക് തൻ്റെ തീറ്റ മുഴുവൻ ശേഖരിച്ചു വെക്കും. ആ ഉറുമ്പിനുള്ള ബുദ്ധി പോലും നമുക്കില്ലെന്ന് പറഞ്ഞാൽ സ്ഥിതി എന്താ സഹോദരന്മാരെ? വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തികൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന മടിയനായ ഒരു വ്യക്തി വീണ്ടും ജനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളരെ ഉത്സാഹിയായിത്തീരും. അതൊരു ആത്മീയ ഫലമാണ്, അവൻ്റെ ജീവിതത്തിൽ പുറപ്പെടുന്നൊരു ആത്മീയ ഫലമാണ് അത്. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അവൻ്റെ വീണ്ടും ജനനം യഥാർത്ഥ വീണ്ടും ജനനമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അലസനായിട്ട്, ഉദാസീനനായിട്ട്, മടിയനായിട്ട് അവൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാനായിട്ട് അവന് കഴിയത്തില്ല. അവനൊന്നുമല്ലേ ദൈവവചന ചിന്തയിലായിരിക്കും, അല്ലെങ്കിൽ അവൻ പ്രാർത്ഥനയിലായിരിക്കും, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ അവൻ ഇടപെട്ടുകൊണ്ടിരിക്കും. നമുക്കിവിടെ കാണാൻ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ ഓരോ ജോലി, ഈ എലീശായെ നമ്മൾ ചിന്തിക്കുമ്പം ആ ചെറിയ ജോലിയിൽ പോലും താൻ ആരായിരുന്നു? വിശ്വസ്തനായിരിക്കണം. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ കൂലി മാത്രം പ്രതീക്ഷിക്കാതെ നമ്മളൊരു കാര്യം ചെയ്യണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവകാശമെന്ന പ്രതിഫലം. ഞാൻ കഠിനമായിട്ട് ജോലി ചെയ്തു, എനിക്ക് ജോലി ചെയ്ത യജമാനൻ എനിക്ക് വേണ്ടുന്ന വേതനം തന്നില്ലെന്ന് വിചാരിച്ചോ, അവകാശമെന്ന പ്രതിഫലം ദൈവം എനിക്ക് തരും. ആ ഒരു മനോഭാവത്തോടെ വേണം. ഞാൻ ടാപ്പിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ ടാപ്പിംഗ് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇന്ന് പലർക്കും ഉള്ള കുഴപ്പം കൂലി പോരാന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം കാണിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറയാം, ഒരു വീണ്ടും ജനനം ആത്മാവിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മേഖലകളിലും, ചിലപ്പം അനുസരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ എന്തുണ്ടാവും ഞാൻ പറഞ്ഞുതരാം. ഒരു വിരസതയുണ്ടാവും, ഒരു അലസതയുണ്ടാവും, ഒരു അസ്വസ്ഥതയുണ്ടാവും. ആർക്ക്? ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യക്തികളിൽ സംഭവിക്കുന്ന കാര്യമാണ്. ദഹിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന പോലെ, ദഹിക്കാത്ത ഭക്ഷണം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാണല്ലോ ഒന്നുമല്ല ഛർദ്ദിച്ചു പോവും, അല്ലെങ്കിൽ വയറിളകിപ്പോവും. ഈ രണ്ടും സംഭവിച്ചില്ലെങ്കിൽ ആ മനുഷ്യന് കാര്യമായ തകരാറുണ്ടാവും. ദൈവത്തിൻ്റെ വചനം, നമ്മൾ കേൾക്കുന്ന വചനം അതെന്ത് ചെയ്യണം? അത് ജീവനായിട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് മാംസമായി രക്തമായി നമ്മുടെ ശരീരത്തിൽ അത് ചേർന്നാൽ മാത്രമേ അതിൻ്റെതായിരിക്കുന്ന ഊർജം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതേപോലെ ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്, ശക്തിയുള്ളതാണ്. ഇത് നമ്മൾ ഉള്ളിൽ കേട്ട് നമ്മുടെ ഉള്ളിൽ അത് ക്രിയ ചെയ്യുവാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഉൾനട്ട വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. ഈ വചനം വീണ്ടും ജനിക്കപ്പെട്ട സമയത്ത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ നട്ടിട്ടുണ്ട്. അതിനെ വളരാൻ നമ്മൾ അനുവദിക്കണം. അതിനെ അനുവദിക്കുന്ന സാഹചര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തരും. അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ വചനത്തിനുള്ള വളർച്ച നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിന് വേണ്ടി വായിക്കുന്നു, കോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, ചത്താലോ അധികം വളമുണ്ടാവും. ഇത് ചാകാത്തോടത്തോളം കാലം അത് തനിയെ ഇരിക്കും, അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വായിക്കുന്നു, 2 കൊരിന്ത്യത്തിലാണെന്ന് തോന്നിയ ഒരു വാക്യമുണ്ട്. അതിൻ്റെ അകത്ത്, അതായത് ഞങ്ങളുടെ മർത്തി ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. കാരണം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളിൽ നമ്മൾ മരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മേൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിപ്പാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നമ്മുടെ ഈ മർത്തി ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ അധികം വെളിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിൻ്റെ മരണം നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളിൽ, നമ്മുടെ സ്വയന്മാരെ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടു വർഷങ്ങളായി, നാളുകളായി എന്നുള്ള സത്യമാണ്. എന്നാൽ ഇന്നും നമ്മളെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സ്വയം നമുക്കുണ്ട്. പല മേഖലകളിലുണ്ട്, പല കാര്യങ്ങളിലുണ്ട്. ഞാൻ ചെയ്താലേ ആ കാര്യം റെഡിയാവുള്ളൂ, ഞാൻ പറഞ്ഞാലേ ആ കാര്യം ശരിയാവുള്ളൂ, ഞാൻ മാത്രം നോക്കിയാലേ അത് ശരിയാവുള്ളൂ. ഒരിക്കൽ ഒരാളിനോട് പറഞ്ഞു, പോയി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാം വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് മരിക്കാൻ അവസരം കിട്ടാവൂ. ഒരു വേണ്ടി ജനം പ്രാർത്ഥിച്ച ഒരാളാണ്. ഞാൻ അന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ അന്നേരം അദ്ദേഹത്തോട് ഇങ്ങനെ പറയാനിടയായി തീർന്നു, സഹോദരാ, ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ ജീവനോടിരിക്കുന്നതിനേക്കാൾ വളരെ മനോഹരമായ കാര്യങ്ങൾ എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഞാൻ ജീവനോടിരിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും.
ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശ്രദ്ധ കൊണ്ടോ നമ്മളുടെ കാര്യപ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല സൗരസ്യന്മാരെ നമ്മുടെ കാര്യങ്ങൾ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങളിങ്ങനെ മുറ്റത്തിരുന്ന സമയത്ത് ഞാനും സഹോദരിയും കൂടെ ഇങ്ങനെ ചിന്തിക്കാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾ കടന്നു വന്ന വഴികളും സാഹചര്യങ്ങളും ഞങ്ങൾ ചിന്തിക്കാൻ ഇടയായിത്തീർന്ന ഒരു കാര്യം, ദൈവമേ, നമ്മുടെ വല്ല കരുതലോ നമ്മുടെ വല്ല അധ്വാനമോ നമ്മുടെ വല്ല പ്രയത്നമല്ലോ ആണോ ഇത്? ദൈവം നമുക്ക് വേണ്ടിയും അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ചെയ്ത പല കാര്യങ്ങൾ ഓർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ കഴിയത്തില്ല. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ പൂർണ്ണമായിട്ട് ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കാതെ ഇന്ന് പലരും, കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചു പറഞ്ഞു, എൻ്റെ സഹോദര, ഈ ദശാംശം 10 കൃത്യമായിട്ട് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കാതെ എങ്ങനെ പോകാൻ പറ്റും? ഞാൻ പറഞ്ഞു, സോരി, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും സൗരിക്ക് അങ്ങനത്തെ ഒരു വാക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല സോര, അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കൊടുത്തില്ല, മനസാക്ഷിയില്ല, ഒരു തൃപ്തിയില്ല. അപ്പോൾ എന്താ ഇത് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താ? മനസാക്ഷിയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. സഹോദരന്മാരെ, ആദ്യം എന്നെ തന്നെ ഞാൻ ദൈവത്തിനങ്ങ് കൊടുക്കുകയാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന എന്നെ തന്നെയാണ്. സകല അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ പൈസയാണ് ആവശ്യം എന്ന് വെച്ചാൽ ദൈവത്തിന് പൈസയല്ല ആവശ്യം, ദൈവത്തിൻ്റെ ദൈവീയ പ്രവർത്തനങ്ങൾക്കാണ് പൈസയുടെ ആവശ്യമുള്ളത്. അത് ആര് കൊടുക്കണം? ദൈവത്താൽ സമർപ്പിക്കപ്പെട്ടവർ കൊടുക്കണം. അത് കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് പുകഴാനില്ല. അത് കൊടുക്കുന്നതുകൊണ്ടല്ല അവർ ദൈവസനിൽ ദൈവം വരെ കാക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നേ? ഞാൻ സൗരിയോട് ചോദിച്ചു, സൗരി, ഇത് ആരോടാ മേടിക്കുന്നത്? ദൈവത്തിന് മേടിച്ചിട്ട് ദൈവത്തോട് തന്നെ കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം, അല്ല വേറൊന്നുമല്ല. ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ദൈവം എനിക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ദൈവം എനിക്ക് തൂമ്പായിക്ക് ഇങ്ങോട്ട് കോരി തരിക. ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെയാക്കണം? സ്പൂണ് കൊണ്ടാണ് കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്നത് സ്പൂണ് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ ശോധന നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം നമുക്ക് തരുമ്പം വലിയ ഈ സിമെൻറ്റ്, ഞാൻ ഇങ്ങനെ എൻ്റെ ഉദാഹരണം വേണേൽ പറഞ്ഞാൽ, ഈ സിമെൻറ്റ് കോരുന്ന വലിയൊരു കോരിയുണ്ട്. ആ കോരിക്കകത്ത് മിറ്റിൽ കോരി പാത്രത്തിലുമ്പോൾ നിറയും എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു കോരിയാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മൾ തിരിച്ച് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരു സ്പൂണിൻ്റെ അകത്ത് കുറച്ച് കൊടുത്തിട്ട്, അയ്യോ ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള നിലയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളെവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുക. വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ ആത്മഫലമുള്ളവനായി തീരേണ്ടത് ആവശ്യമുണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 4:20 വാക്യങ്ങൾ വായിക്കാം. മത്തായി 4:20. മത്തായി 4:20. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. ഇവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞു, ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവർക്കുണ്ടായിരുന്ന എല്ലാ, കർത്താവിനെ അനുഗമിച്ച എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങൾക്ക് ഉണ്ടായിരുന്ന തങ്ങളുടെ ഉപജീവനമാണ് വിട്ട് കർത്താവിനെ അനുഗമിപ്പാൻ ഇടയായിത്തീർന്നത്. സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ശിഷ്യന്മാരെല്ലാം കർത്താവ് അവരെ വിളിച്ച സമയത്ത് അവർക്കാകെ ഉണ്ടായിരുന്ന അവരുടെ ഉപജീവനമായിരുന്നു അവരുടെ വലയും പടകും. അതവർ പൂർണ്ണമായിട്ട് വിടാനായിട്ട് കഴിഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം വിടാൻ പറഞ്ഞാൽ നമ്മൾ വേറൊരാളോട് ചോദിക്കത്തില്ല, നമ്മൾ വിട്ടിരിക്കും. വിടാൻ നമുക്ക് കഴിയും. വിടാനുള്ള ശക്തി ആത്മാവ് നമുക്ക് തരും. അങ്ങനെ നമ്മൾ നിരന്തരം നമുക്ക് ദൈവത്തെ അനുഗമിപ്പാനായിട്ട് ഇടയായി തീരും. അതിൻ്റെ മത്തായി 19:27 വാക്യം. മത്തായി 19 പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പത്രോസ് അവനോട് ചോദിച്ചു. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾ 12നെയും ന്യായം വിധിക്കും. അവർക്ക് ലഭിച്ച ആ പദവി എത്ര വലിയ പദവിയാ! പുനർജന്മത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പദവി എന്താണ്? നിങ്ങൾ ഇസ്രായേൽ ഗോത്രത്തെ 12നെയും സിംഹാസനത്തിന് ന്യായം വിധിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ പടകും വലയും വിട്ടതിനെക്കുറിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ഞൊടി നേരത്തെ ലഘുവായ കഷ്ടം നിത്യദേശൻ്റെ കനമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ വിടുന്നത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക്
100 മടങ്ങ് നമുക്ക് ലഭിക്കും. ആരെ ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? വീണ്ടും ജനിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളായി സഹോദരങ്ങളായി നമുക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടോ? ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പം അവിടെ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഫിലിപ്പിയ ലേഖനം 3 അതിന് 3-ന്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഫിലിപ്പിയ ലേഖനം പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യത്തെക്കുറിച്ച് തൻ്റെ ജീവിതത്തിലുള്ള ആ അവസ്ഥ താൻ എന്താ പറയാൻ നമുക്ക് ചിന്തിക്കാം. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. കണ്ടോ? അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോൾ എല്ലാം ഛേദവും എണ്ണുന്നു. താൻ എല്ലാം ഛേദവും എണ്ണി കടന്നു വന്ന പൗലോസിനെ നമുക്കറിയാം. 2-3 കപ്പലിൻ്റെ ഉടമയായിരുന്നു. ചെറിയ സമ്പന്നനല്ലായിരുന്നു, വലിയൊരു സമ്പന്നനായിരുന്നു പൗലോസ്. ആ പൗലോസ് കർത്താവിന് വേണ്ടി കടന്നു വന്നതിന് ശേഷം ഇതെല്ലാം താൻ ഛേദമായിട്ട് എണ്ണുവാനായിട്ട്, ഈ ലാഭമായിരിക്കുന്നൊക്കെ തനിക്ക് ഛേദമായിട്ട് എണ്ണാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഛേദമായിട്ട് എണ്ണുന്ന വ്യക്തിയെ മാത്രമേ ദൈവം ഏറ്റവും അധികം ഉപയോഗിക്കുകയുള്ളൂ. നമുക്കറിയാം, അപ്പോസ്തലന്മാരിൽ ഏറ്റവും അധികം ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതും ദൈവം ഏറ്റവും അധികം ഉപയോഗിച്ചതും ദൈവം ഏറ്റവും അധികം തന്നെ വെളിപ്പെടുത്തി കൊടുത്തതും അപ്പോസ്തലനായ പൗലോസിന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താ? തനിക്ക് ലാഭമായിരുന്നൊക്കെ താൻ ഛേദമെന്ന് എണ്ണി. തൻ്റെ വിദ്യാഭ്യാസം എത്ര ഉന്നതമായ വിദ്യാഭ്യാസമായിരുന്നു. സൈസ്മാരെ, ഇന്ന് നമ്മുടെ ഇടയിൽ എങ്ങാണമാണ്, അല്ലെങ്കിൽ ഇന്ന് പല വേർപെട്ട സഭകളിലും ഈ പലരെയും പല സ്ഥലങ്ങളിലേക്ക് പല സഭകളിലേക്ക് വിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത അനുസരിച്ചാണ് വിടുന്നത്. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ വിദ്യാസമ്പന്നനായിരുന്നു. ആ പൗലോസിനെ വിട്ടത് ആരടുക്കലേക്കായിരുന്നു? ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ് വിട്ടത്. പത്രോസിനെ എങ്ങോട്ടാണ് വിട്ടേ? അക്ഷരാഭ്യാസമില്ലാത്ത മീൻപിടുത്തക്കാരനായ കടൽപ്പുറത്തൂടെ നടന്ന ഈ പത്രോസിനെ വിട്ടത് എങ്ങോട്ടാണ് വിട്ടത്? യഹൂദന്മാരെടുക്കൽ, വിദ്യാസമ്പന്നരായിരിക്കുന്നവരടുക്കലാണ് വിട്ടിരിക്കുന്നത്. ഇതാണെന്ന് ആത്മീയ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം. കണ്ണ് തുറന്നവർക്ക് മാത്രമേ ഈ യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയത്തുള്ളൂ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഒരു കാര്യത്തെ കാണുന്ന പോലെ നമ്മളും കാണണം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ എവിടെ വായിക്കുന്നത്? അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോൾ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന നീതി ലഭിച്ച് അവൻ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. കണ്ടോ? ഇത് തിരഞ്ഞെടുക്കുകയത് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുവാൻ പൗലോസ് എത്രയോ പീഡനങ്ങളിലൂടെ, എത്രയോ കഷ്ടങ്ങളിലൂടെ, എത്രയോ ഞെരുക്കങ്ങളിലൂടെ, എത്രയോ അപമാനങ്ങളിലൂടെ താൻ കടന്നുപോയി. അവിടെയെല്ലാം പൗലോസിന് കണ്ടൊരു കാര്യം, പൗലോസ് ഇതെല്ലാം സ്വയം തന്നെ മരണത്തിന് ഏൽപ്പിക്കുകയാണ്. തൻ്റെ സ്വയത്തെ താൻ മരണത്തിന് ഏൽപ്പിക്കുവാൻ തനിക്ക് കിട്ടിയ എല്ലാ സാഹചര്യങ്ങളും എല്ലാ കഷ്ടങ്ങളും താൻ ആ നിലയിൽ തന്നെ ഉപയോഗിച്ചത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിനെ കർത്താവിന് അമിതമായി ഉപയോഗിക്കാൻ കഴിഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദൈവാസന്മാർ തമ്മിൽ യൂട്യൂബിൽ സംവാദം നടത്തിയിട്ട് ഒരാൾക്കെതിരെ 40 വർഷം ശുശ്രൂഷിച്ചൊരു മനുഷ്യൻ ഇപ്പോൾ പറഞ്ഞു പെന്തക്കോസ്ത് സഭയിലെ കാണിക്കുന്ന എല്ലാം ദുരുപദേശമാണെന്ന് പറഞ്ഞപ്പം വേറൊരു വ്യക്തി എണീച്ച് നിന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ സഭ വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി പറഞ്ഞെങ്ങനെയാണ്? നമ്മുടെ വിശ്വാസ നായകനും പൂർത്തിവരുത്തമായ യേശുവിനെ മാത്രം നോക്കിയാൽ മതി. ഞാൻ ഒരു കാര്യം പറയാതെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അപ്പോസ്തലനായ പൗലോസ് ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്നെ അനുകരിപ്പിനെന്ന് പറയാനുള്ള ഒരു ആത്മീയ ധൈര്യം പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. സഹോദരന്മാരെ, പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ പറയുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ഫലം
നമ്മൾ ഇന്ന് പുറപ്പെടണം. സഹോദരന്മാരെ, നമ്മൾ വേണം മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, നമ്മൾ വേണം ഇരട്ടത്ത് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ, നമ്മൾ വേണം മറ്റുള്ളവരുടെ വേദനകളെ ഒപ്പാൻ, നമ്മൾ വേണം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ. നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതാര് ചെയ്യും? ഇതാണ് നമ്മളിൽ ഉണ്ടാകേണ്ട ഫലം. നമ്മൾ ആ ഒരു തലങ്ങളിലേക്ക് നമ്മൾ തകർക്കുവാനും നമ്മളെ ഞുറുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ തകർന്നും ഞുറുങ്ങിയുമായൊരു ഹൃദയത്തോടെ എല്ലാ നിമിഷവും നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ അത്യധികമായി അവിടുന്ന് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എഫേസ്യ ലേഖനം നമ്മൾ ചിന്തിച്ചു ഇങ്ങനെ വയ്ക്കുക, അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ ജീവിതം എല്ലാ മേഖലകളും തീരണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ നല്ല നിലകളിൽ ദൈവത്തിൻ്റെ ആത്മാ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മളത് പൂർണ്ണ ഹൃദയത്തോടെ നമ്മളത് ഏറ്റെടുത്ത് നമ്മളെ തന്നെ താഴ്ത്തുന്നെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടുവാൻ, നമ്മൾ ഒരു വ്യക്തി മുഖാന്തരം നമ്മുടെ ദേശം ഉണർത്തപ്പെടുവാൻ, ഒരു ജീവിതം ഉണർത്തപ്പെടുവാൻ, നിരാശയിൽ കഴിയുന്നൊരു വ്യക്തി ദൈവത്തെ കാണുവാൻ അതിനിടയായിത്തീരും. ആ നിലയിൽ ദൈവത്തിൻ്റെ ജീവൻ വെളിപ്പെടുവാൻ വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കുക. ദൈവം ഈ വചനത്താൽ എന്നെ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.